ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗാണ്. ഇതിൻ്റെ നാത്തൂൻ്റെ കുട്ടിയാണ് കേട്ടോ, കാക്കോൻ്റെ സിസ്റ്റർ കുട്ടിയാണ്. അപ്പോൾ സാധാരണ ഈ ടൈമിൽ ഞാൻ ഇവിടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, എപ്പോഴും ലാബിലാവും വൈകുന്നേരം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് കയറിയോണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റിയപ്പോൾ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഉറങ്ങിയിരുന്നു കേട്ടോ, അപ്പോഴാണ് ഇവർ വന്നത്. ഓളും ഉണ്ട്, പിന്നെ ഇമ്പു ഉണ്ട്. ഇമ്പു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉപ്പാൻ്റെ പെങ്ങളെ ഹസ്ബൻഡാണ്. ഓല് രണ്ടാളും കൂടി കുട്ടിയുണ്ട് കേട്ടോ, ഓലാണ് വന്നത്. അപ്പൊ എന്താന്ന് പരിപാടി? ഓളെ 9ാണ്ടോക്ക് നാളെ പരീക്ഷ ഉണ്ട്, മലയാളാണ്. ചെമ്പു ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞപ്പോ പിന്നാലെ കൂടി വന്നാണ്. അപ്പൊ നമുക്ക് ചായ കുടിക്കണം, പിന്നെ ഞാൻ ഇമ്പൂനെയൊക്കെ കാണിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തു കൂടെ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. നല്ല ചൂടാണ്. അവിടെയൊക്കെ ചൂടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നെ ഇവിടെ എല്ലാരും ഉണ്ട്. ഒരു ഹായ് അടിക്കണി, ഇങ്ങോട്ട് വാ. വരുന്നില്ല? പുറത്തുകൂടെ ഇങ്ങനെ നടക്കാണ്. ടേപ്പ് തുടങ്ങിക്കണോ? ഇല്ല, അത് അടി ഫുള്ള് കളിച്ചിട്ടില്ലേ? ഗ്യാസും കുറ്റിയാണ് ഇപ്പൊ ഈ കിടക്കണത്. എന്നും ഇവിടെ കൊടുന്ന് കുറ്റി വെക്കണ്ട എല്ലാരും. ഇത് നിറച്ചതാ? ഗ്യാസ് ആർക്കും കിട്ടാനില്ല. ഞങ്ങളെ വീട്ടിലത്തെ ഗ്യാസിന്റെ ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താ കാട്ടിക്കണെന്ന്. നമ്മളെ ഗ്യാസിന്റെ ഐഡിയ ആണിത്. ഗ്യാസ് കുറ്റി കമഴ്ത്തിട്ടിക്കണ്. ഇപ്പൊ കൊറച്ചായി ഇങ്ങനെ ഇട്ടിട്ട്, പക്ഷെ എല്ലാം കത്തുണ്ട് കേട്ടോ. അത് നേരെ വെച്ചിട്ട് കത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ വെച്ചിക്കണം. അപ്പൊ അത് കഴിയാനായിട്ടുണ്ടാവും. പോല് പെട്ടെന്ന് വന്നോണ്ട് ഇന്ന് കടിക്കൊന്നുമില്ല. അപ്പം അത് ആവില് കുഴക്കാണ്. ശർക്കരയും പണ്ടത്തെ കടിയാണ്. സൂപ്പറല്ലേ? ഇമ്പുന് ഇഷ്ടാണല്ലേ? എനിക്കും ഇഷ്ടാ. ഞാനും അവല് ചായയിലൊക്കെ ഇട്ട് തിന്നു. നിങ്ങളെ പണ്ടത്തെ കാലൊക്കെ എല്ലാരും അറിയട്ടെ. അന്നത്തെ ഭക്ഷണം അതെന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം. അമ്മിമ്മ ചോറരച്ച് മുട്ടിയും പറഞ്ഞുണ്ട്. അതൊക്കെ നമ്മളിപ്പൊ കേക്കല്ലേ അല്ലേ? മുരുകച്ചാറും ഉച്ചക്ക് അന്തിക്ക് തക്കോല ചാറ്, മുരുകന്റെ ഒരു ഉപ്പേരി, അനങ്ങിയ ഒരു ചക്കക്കുരു മുരിങ്ങി. ഒരു മരിയോന്റെ കഷ്ടപ്പാടാണ് ആ പറയുന്നത്. ചക്ക ഉണ്ടോന്ന് മരിയോ വരുമ്പോ ഇപ്പൊ മരിയോമ നിറച്ച് മീനക്കും പായ. അന്ന് മുരിങ്ങക്കും ചക്കക്കും പായ. രാവിലെ പയ്യോര് ചക്ക കൂട്ടാൻ വെച്ചാല് രാവിലെ അപ്പൊ തന്നെ പിന്നെ 10 ഇപ്പൊ രാത്രിയായി. നമ്മളെ നിസ്കാരം കഴിഞ്ഞു. ഓല് പോയിട്ടോ. ഇനി ഞങ്ങള് ചായ കുടിക്കട്ടെ. ഇപ്പൊ വൈകുന്നേരം ഇവിടെ കുറച്ച് കാവുത്ത് കിട്ടീന്. അപ്പൊ അമ്മ കാവുത്തൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. നമുക്ക് നോക്കാം. നന്നായിട്ടില്ല കഞ്ഞി വേവുണ്ട്. ഞാൻ ചായ കുടിക്കട്ടെ. ഇപ്പൊ അമ്മ കുറച്ച് കാവുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാവുത്ത് ഉണ്ടാക്കിയത് നോക്കാം. നമ്മളെ കാവുത്ത് റെഡിയാക്കിയത് ഇപ്പൊ കുറച്ച് എല്ലാവരും തിന്നിക്കണം കേട്ടോ. കാച്ചിലാണേ.
എല്ലാവരുടെ നാട്ടിൽ എന്താ പറയാറില്ല, നമ്മളെ നാട്ടിൽ ഇതാണ്. പിന്നെ ഇതിൽ ഇനി ബീഫും ഉണ്ട്, അപ്പം നമുക്ക് രണ്ടും കൂട്ടി കുറച്ച് കഴിച്ചു നോക്കാം. നമ്മളെ കാവുത്തും ബീഫും നല്ല കട്ടൻ ചായ. പിന്നെ ഈ ചായ കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സത്യത്തിൽ ഞാൻ ഈ ചക്ക ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കഴിക്കാത്ത ആളാണ്. പക്ഷെ എനിക്ക് ഈ കാച്ചിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. ബീഫും കൂടെ വെച്ച് നല്ല കോമ്പിനേഷൻ. ഞാൻ ചോറുതിനിടയിൽ അടുത്ത ആളും വന്നു കണ്ടോ. ഓനെ ബീഫും താളിപ്പിന്നെയും ഭയങ്കര ഫാനാണ്. നമ്മള് കാവുത്തിന്റെ ടൈമിലാണ് ഇപ്പൊ നമ്മളെ അളിയാക്കിയൊക്കെ വന്നിക്കുന്നത്. കഴിഞ്ഞിട്ട് നമ്മള് ആരും വരൂണില്ല എഴുതിയാണ്ട് എല്ലാരും കൊടുത്തിന്, അതെല്ലാം ബാക്കിയാണ്. വിരുന്നുകാര് വന്നിങ്ങനെ നമ്മളളിയാക്കി ജിത്തുവിനെ അപ്പൊ വീഡിയോ കാണുമ്പോ കുറവ്. ജിത്തുവാ ഇതെന്തിനാ ഈ കറച്ചി? അവ സോന് അതിലൊക്കെ പോവാണ് കേട്ടോ. ജിത്തൊക്കെ സോന് പോവലില്ല, സോന് ഇവിടുത്തെ കുട്ടിയാ. രാത്രി ചെടി നനക്കാൻ ഇറങ്ങിയേക്കാണ് ഉമ്മക്ക് പിന്നെ അങ്ങനെയൊക്കെ ഓരോ പിരാന്തുണ്ട്. മൈരിബിനൊക്കെ ഇന്ന് വിരുന്നാരായതുകൊണ്ട് നനക്കാൻ കൂടിയിട്ടില്ല. അപ്പോൾ ഗായ്സ് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം നല്ല രാത്രിയായി, ഇനി കടന്നുറങ്ങട്ടെ.